ത്രിഭുവന സീമയിൽ തിങ്ങി വിങ്ങും നനവിയലും മാരിവില്ലും മലർമാലയെന്ന പോ 10 പതിറ്റാണ്ടായി. എന്റെ പ്രിയ കവിയും ഗാനരചിതവുമായ ശ്രീ രഘുനാഥ് കുരുവിക്കോണം സാറാണ് ഇന്നത്തെ ലാമ്പ് മീഡിയയുടെ അതിഥി. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. സാർ, കവിതാ ലോകത്തേക്ക് കടന്നു വന്നതിന്റെ സാഹചര്യം ഒന്ന് പറയാമോ? എന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നാൾ മുതൽ നമ്മുടെ പാഠപുസ്തകത്തിൽ നിന്ന് കിട്ടിയ അറിവുകൾ നമ്മളുടെ ജീവിതത്തിലൊരു പാഠമാണ്. അങ്ങനെ വായനയിലൂടെയും ഒക്കെ കിട്ടിയ ആ അറിവുകൾ കോർത്തിണക്കി കൊച്ചു കൊച്ചു കവിതകൾ പഠന സമയം മുതൽ 8ാം ക്ലാസ് മുതലൊക്കെയാണ് ഞാനതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തുടങ്ങിയത്. ഒക്കെ തൊണ്ടായിട്ട് എഴുതി അത് നമ്മുടെ കയ്യിൽ വെക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്ത് ഇങ്ങനെ പോകുന്ന കൂട്ടത്തിൽ നമ്മുടെ ഒരു ബന്ധുവായ ഒരു അധ്യാപകൻ അത് കാണാനിടയാവുകയും അങ്ങനെ ആണ് പ്രീ ഡിഗ്രി കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ഒരു രംഗത്തേക്ക് നമ്മുടെ കാല് ഊന്നിയത്. അവിടെ അന്നത്തെ രീതിയിൽ നല്ല ഒരുപാട് രചനകൾ വരികയും അങ്ങനെ അദ്ദേഹം അത് കൂടെ നോക്കുകയും വായിക്കുകയൊക്കെ ചെയ്ത് അതിലെ തെറ്റുകൾ നമ്മൾ പറഞ്ഞു തരികയും തിരുത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു സുഹൃത്ത് മുഖേനയാണ് 1992 ആദ്യ ഒരു കവിത നമ്മുടെ വീക്കിലിയിലൂടെ വരുന്നത്. അന്നത്തെ ആനുകാലികങ്ങളെന്ന് പറയുമ്പോൾ ആഴ്ച പതിപ്പുകളാണ്. ആഴ്ചയിൽ ഇറങ്ങുന്ന പ്രസിദ്ധീകരണങ്ങളുണ്ട്, മംഗളം മനോരമ അതുപോലെയുള്ള അതൊക്കെ. അങ്ങനെ ഞാൻ എൻ്റെ പാരലൽ കോളേജിൽ അധ്യാപകനായിട്ട് പോകാനിടയായ സാഹചര്യം, ഞങ്ങൾ പ്രീ ഡിഗ്രി ആയപ്പോൾ മുതൽ ഞാൻ പാരലൽ കോളേജിൽ പഠിപ്പിച്ചു തുടങ്ങി. അങ്ങനെ അതിൽ നിന്ന് കിട്ടിയ അറിവുകളും ആ രംഗത്ത് വന്നപ്പോൾ ഇതൊരു സാംസ്കാരിക വേദിയുടെ ഒരു സുവനീർ പ്രസിദ്ധീകരിക്കാനിടയായി. അങ്ങനെ വന്നപ്പോൾ എൻ്റെ ഒരു കവിത ഒരു പ്രസിദ്ധീകരണത്തിൽ വന്ന് വായിച്ച ഒരു അധ്യാപകൻ അതിനോട് ഒരു താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ഞങ്ങളുടെ ഇതിലേക്ക് ഒരു രചന തരാമോ എന്ന് ചോദിച്ചാണ് ആദ്യമായിട്ട് രണ്ടാമതായിട്ട് പ്രസിദ്ധീകരണത്തിന് കൊടുക്കുന്നത് ഒരു കവിത. അത് വളരെ ഹൃദയസ്പർശിയായ ഒരു കവിതയാണ്. കാരണം എൻ്റെ ഒരു സഹോദരൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ 10-20 ദിവസത്തോളം ചികിത്സയിൽ കഴിഞ്ഞ സമയത്ത് ആ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായിട്ട് വരുന്ന ആൾക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒരു ബൈസ്റ്റാൻഡർ എന്നുള്ള രീതിയിൽ എനിക്ക് കാണാനിടയായി. ആഹാരം, വസ്ത്രം, മരുന്ന് വാങ്ങാനുള്ള നെട്ടോട്ടം, മരുന്ന് വാങ്ങാൻ പോകുമ്പോൾ പൈസ തികയാതെ വന്നിട്ട് തിരിച്ചു വരുന്ന ഒരു അവസ്ഥ, പൈസ കുറവായതുകൊണ്ട് മെഡിക്കൽ സ്റ്റോറുകാരൻ മരുന്ന് കൊടുക്കാതെ അത്യാവശ്യം വേണ്ടുന്ന മരുന്ന് ഡോക്ടറുടെ പക്കൽ എത്തിച്ച് ഈ രോഗിയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആ ഒരു നെട്ടോട്ടത്തിൽ അവരനുഭവിക്കുന്ന വിഷമം കണ്ടപ്പോൾ ഞാൻ ഒന്നുകൂടെ ആലോചിച്ച് എൻ്റെ മനസ്സിന് ഭയങ്കരമായൊരു പ്രയാസമുണ്ട്. ഞാൻ ആ രംഗങ്ങൾ കണ്ട് കരഞ്ഞുപോയി. കാരണം ഞാനൊരു രോഗിയെ പരിചരിക്കാൻ ബൈസ്റ്റാൻഡറായിട്ട് ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇച്ചിരി കൂലങ്കഷമായ ഒരു വിഷയം വന്നു. അങ്ങനെയാണ് ഞാൻ പ്രൊഫഷണൽ റൈറ്ററായിട്ട് മാറിയത്. അങ്ങനെയാണ് ആ കവിത എന്ന് പറയുന്നത് ശുഷ്കിക്കുന്ന മനസാക്ഷി, അതാണ് അതിൻ്റെ ഹെഡിങ്. ആ സുവനീറിൽ ആ പദ്യം വന്നപ്പോൾ അതുകൊണ്ട് 48-50 വരിക്കകത്തുണ്ട്. അപ്പൊ ഇതിന് വന്ന് അത് വായിച്ചവരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പൊ നല്ല അഭിപ്രായങ്ങൾ ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് അതിനോട് കൂടുതൽ താതാത്മ്യം പ്രാപിക്കുകയും കിട്ടിയ സമയങ്ങളിൽ അത് നമുക്ക് പ്രസന്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകുകയും ചെയ്തു. അങ്ങനെയാണ് ഈ രംഗത്തേക്ക് വന്നത്. പഠനം തുടർന്ന് പോകുന്നതോടൊപ്പം തന്നെ വീണ് കിട്ടുന്ന സമയങ്ങളിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. സാർ എഴുതിയ കവിതകളുടെ പശ്ചാത്തല സാഹചര്യം ഒന്ന് പറയാമോ?
കവിതകൾക്ക് പശ്ചാത്തലമുണ്ട്, അങ്ങനെ ബേസുണ്ട്. അതായത് നമ്മൾ സമൂഹത്തിൽ പല പല കാര്യങ്ങൾ നമ്മൾ ദൈനംദിനമായി കൈകാര്യം ചെയ്യുന്ന ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്ത് വരാം. നമ്മളൊരു യാത്ര പോകുമ്പോൾ, പൊതുവായൊരു വേദിയിൽ പോകുമ്പോൾ, അതുപോലെ മറ്റ് ഉല്ലാസയാത്രകൾ പോകുമ്പോൾ കിട്ടുന്ന നുറുങ്ങുകൾ, മനസ്സിൽ പതിയുന്ന കാര്യങ്ങൾ ഒരു കണ്ടന്റായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കതിനെ വികസിപ്പിച്ച് കവിത രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും. അത് ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ ഈ വിഷയം പെട്ടെന്നൊന്നും കവിതയാവത്തില്ല. നമ്മുടെ മനസ്സിലിട്ട് അത് ചിട്ടപ്പെടുത്തി അത് നമ്മൾ അതിനെക്കുറിച്ച് കൂലങ്കഷമായി ചിന്തിച്ച് വരുമ്പോൾ മാത്രമായിരിക്കും നമുക്കതിൻ്റെ ഒരു ഏകദേശ രൂപരേഖ കിട്ടുമ്പോൾ ആദ്യം എഴുതി നോക്കും, പിന്നെ പലതവണ വായിച്ചു നോക്കും, പിന്നെ കണ്ടന്റ് വല്ലതും ചേർക്കണമെന്ന് തോന്നും, ചേർക്കും. നമ്മളിങ്ങനെ അതിനെ സംസ്കരിച്ച് കൊണ്ടുവന്നാണ് ചിലപ്പോൾ 4-5 ദിവസത്തിൽ, 1 മാസമൊക്കെ എടുക്കും ചിലപ്പോൾ ഒരു കവിത രൂപപ്പെടാൻ. അങ്ങനെ ആണ് നമ്മളിത് കൊണ്ടുവരുന്നത്. ഒരു കണ്ടന്റ് മാത്രമല്ല, പല പല വിഷയങ്ങളും ഇതിനെ ആധാരമായിട്ട് വരുന്ന കാര്യങ്ങളുണ്ട്. പ്രണയമാകാം, വിരഹമാകാം, മഹത് വ്യക്തികളുടെ ജീവിതങ്ങളാകാം, നമ്മൾ വായിക്കുമ്പോൾ കിട്ടുന്ന ഹൃദയസ്പർശിയായ കാരണങ്ങളാകാം, പിന്നെ നമ്മൾക്ക് ഒരു സാഹചര്യത്തിൽ നമ്മളുടെ മനസ്സിനെ ഹർട്ട് ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളാകാം. ഇതെല്ലാം ഇതിൽ ഉപാധികളായിട്ട് എടുക്കാം. ഇന്നത്തെ നിലയിൽ കവിതയുടെ സാമൂഹിക ധർമ്മം എന്തായിരിക്കണം? കവിതയിലൂടെ ഉദ്ദേശിക്കുന്നത് സാമൂഹിക സംസ്കരണം. അതാണ് സാമൂഹിക സംസ്കരണം. ഇപ്പൊ ഈ ഒരു കവിത വായിച്ചെന്നും പറഞ്ഞ് ഒരാള് സംസ്കാര സമ്പന്നനാവത്തില്ല. അവനോട് അദ്ദേഹത്തോട് വിചാരിക്കും. പിന്നെ കവിത ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന സംതൃപ്തി. പിന്നെ കവിത എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലും നമ്മൾക്ക് സാമൂഹിക മാറ്റങ്ങൾക്ക് വഴിപ്പെടുന്ന തരത്തിലുള്ള ആയിരിക്കണം. എന്നാൽ ചോദിക്കും, കവിത എഴുതി നമുക്ക് സാമൂഹിക പരിസ്ഥിതി മാറ്റാൻ പറ്റുമോ എന്ന്. പറ്റത്തില്ല. അതിന് ആരും തയ്യാറാവുന്ന ആൾക്കാരുമല്ല. പിന്നെ ഈ കവിതകള് നമ്മള് പഴയകാല കവിതകള്, അതുപോലെ കുമാരനാശാൻ, അതുപോലെ ചെറുശ്ശേരി, മുള്ളൂര്, വള്ളത്തോൾ, ഇങ്ങനെയുള്ള പ്രമുഖരായ വ്യക്തികളുടെ കവിതകൾ സാമൂഹിക മാറ്റങ്ങൾക്കും സാമൂഹിക സംസ്കരണത്തിനും സാമൂഹിക മനസാക്ഷിയിൽ അടിമുടി മാറ്റങ്ങൾ വരുത്താനും ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ആ കവിതയോട് കൂടുതൽ അനുഭവമുള്ളവർ കുറവാണ്. എങ്കിലും എഴുത്തുകാരുടെ എണ്ണം കൂടുതലാണ്. അതോടൊപ്പം തന്നെ കവിതകളിപ്പോ വിശാലമായ 200-300 പേജുകൾ ഉള്ള കവിതകളുണ്ട്, 100 പേജുള്ള കവിതകളുണ്ട്, 50 പേജുള്ള കവിതകളുണ്ട്, 20 പേജുള്ള കവിതകളുണ്ട്. അതൊക്കെ ഓരോ കാലഘട്ടം മാറി വരുന്നതിനനുസരിച്ച് ഈ കവിതകളുടെ ലെങ്ത് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കവിതയിലെ ഭാഷയുടെ ആധുനികത എത്രത്തോളം പ്രധാനമാണ്? സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കവിത ലളിതമാക്കേണ്ടതുണ്ടോ, അതോ അതിൻ്റെതായ ഒരു കാവ്യഭാഷ നിലനിർത്തേണ്ടതുണ്ടോ? കവിത കുമാരനാശാൻ, ഉള്ളൂര് ഒക്കെ എഴുതിയിട്ടുള്ള കവിതകളെന്ന് പറയുമ്പോൾ അതിനകത്ത് സംസ്കൃതത്തിലെ ആധിപത്യം ഉണ്ട്. സാധാരണക്കാർക്ക് അത് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന തരത്തിൽ ഉള്ളതല്ല. ഇപ്പോ എല്ലാവരും വിദ്യാസമ്പന്നർ ആയിരുന്നില്ല അക്കാലത്ത്. അവിടെ വായനാശീലം, കുറെ ആൾക്കാർക്ക് വായനാശീലം ഉണ്ടായിരുന്നു, വായിച്ചാൽ മനസ്സിലാകുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ ഭാഷാ രീതി അല്പം വ്യതിചലിച്ചാണ് ഇപ്പോഴുള്ള കവികൾ
എഴുതുന്നത്. അതായത് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകത്തക്ക രീതിയിൽ ലളിതമായ പദങ്ങൾ ഇപ്പോഴത്തെ കവിതയിൽ ധാരാളം ഉണ്ട്. പദധാരാളിത്തം ഉണ്ട്. ഞാനും അതിനെ പിന്തുടർന്നാണ്. അതായത് എൻ്റെ കവിതകളിൽ പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാകുന്ന തരത്തിൽ പദലാളിത്യമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ അത് പ്രശംസനീയമായ രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ആ രീതി അനുവർത്തിച്ച് പോരുകയും ചെയ്യും. സാർ എഴുതിയ കവിതകളിൽ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത ഏതാണ്? സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ ആരാണ്? എഴുത്തുകാരിൽ അവർ എഴുതിയ ഏത് കവിതയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്? അതൊക്കെ ഒന്ന് പറയാം. ഒരു രക്ഷിതാവിന് ആരുടെ മക്കളുടെ രക്ഷിതാവിന് അവരുടെ ഏത് മക്കളോടാണ് ഇഷ്ടം എന്ന് ചോദിക്കുന്നത് പോലെ ആയിപ്പോയി. എന്നാലും നമ്മളുടെ രചനകൾ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ടതാണ്. അതിൽ എല്ലാം ഒന്നിനൊന്നിനും ഇഷ്ടം ഉള്ളത് തന്നെയാണ്. എങ്കിലും അടുത്ത സമയത്ത് എഴുതിയ കുമാരനാശാൻ ചരമശതാബ്ദിക്ക് വേണ്ടി എഴുതിയ ഒരു ഗാനമുണ്ട്. അതെന്ന് പറയുമ്പോൾ അനുരണനം എന്നാണ് അതിൻ്റെ ഇത്. അത് വളരെയേറെ ഹൃദ്യമാണ്. അതോടൊപ്പം തന്നെ ശ്രീബുദ്ധനെ കുറിച്ച് എഴുതിയ അത് ഹൃദ്യമാണ്. പിന്നെ സറ്റയർ വിഭാഗത്തിൽപ്പെട്ട 2-3 കവിതകളുണ്ട്. അതിലൊന്ന് വാറണ്ടിക്ക് ഗുളികകാലം എന്ന് പറഞ്ഞൊരു കവിത എഴുതിയിട്ടുണ്ട്. അത് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ ജീവിതശൈലി രോഗങ്ങൾ, അതോടൊപ്പം തന്നെ കച്ചവട സംസ്കാരം മനുഷ്യനെ ജീവിത രീതിയെ മാറ്റിമറിച്ചുകൊണ്ട് പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയാണല്ലോ എല്ലാവരും ചെയ്യുന്നത്. അത് സാധാരണക്കാരനെ നല്ല രീതിയിൽ മുറുക്കിക്കൊണ്ട് തന്നെ നടന്നു പോകുന്ന ഒരു സംവിധാനമാണ് ഈ കച്ചവട സംസ്കാരം, വൈദ്യ മേഖല. ഇതെല്ലാം എത്രത്തോളം മനുഷ്യനെ സ്വാധീനിക്കുന്നു, അതുപോലെ EMI അത് മനുഷ്യന്റെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു, അതെല്ലാം പ്രതിപാദ്യ വിഷയമായ ഒരു കവിതയാണ് വാറണ്ടിക്ക് ഗുളികകാലം എന്ന് പറയുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ മറ്റൊരെണ്ണമുണ്ട്, ഫൂളാകാം ഈസിയായി. അതും സറ്റയർ വിഭാഗത്തിൽ തന്നെ വരുന്ന ഒരു കവിതയാണ്. അതും ജനപ്രിയമാണ്. പിന്നെ എഴുത്തുകാരുടെ കൂട്ടത്തിൽ എല്ലാ എഴുത്തുകാരും ഇഷ്ടമാണ്, എല്ലാവരുടെയും രചനകളും ഇഷ്ടമാണ്. സമയം കിട്ടുമ്പോഴെല്ലാം ഇതെല്ലാം വായിക്കാറുണ്ട്. പിന്നെ ഇതുപോലെ കീറ്റ്സിന്റെയും ബിതോവന്റെയും ഒക്കെ രചനകളും എവിടെയെങ്കിലും വായനശാലകളിലും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് കിട്ടുമ്പോൾ ചുരുങ്ങിയ സമയത്തുകൊണ്ട് അത് വായിക്കാറുണ്ട്. പക്ഷെ ചുരുങ്ങിയ സമയം പോരാ, അതിനെ ഗഹനമായി വായിക്കണമെങ്കിൽ ദിവസങ്ങൾ തന്നെ വേണ്ടുന്ന വിഷയങ്ങളാണ്. എല്ലാ എഴുത്തുകാരും പ്രിയപ്പെട്ടവർ തന്നെയാണ്. സാർ സിനിമകൾക്ക് വേണ്ടിയും ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ചൊന്ന് പറയാമോ? അടുത്ത മാസം ചിത്രീകരണം തുടങ്ങുന്ന സിനിമയാണ്. അത് പേരിട്ടിട്ടില്ല. ഗാനത്തിന്റെ പൂജ കഴിഞ്ഞു, റെക്കോർഡിങ് ഉണ്ട്. അത് രണ്ട് ഗാനങ്ങൾ ഉണ്ട്. പിന്നെ അടുത്തൊരു ഇതിന്റെ എഗ്രിമെന്റ് ആയിരിക്കുകയാണ്. ഒരു മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിൽ. അത് പ്രദർശനത്തിന് വന്നതിന് ശേഷമേ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇനിയും കൂടുതൽ സിനിമകളിൽ ഗാനങ്ങൾ രചിക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ. കവി എന്ന നിലയിൽ താങ്കൾ ചെയ്തുവന്ന അംഗീകാരങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമായിട്ട് കിട്ടിയ അംഗീകാരം എന്ന് പറയുന്നത് ആലുവ അദ്വൈത ആശ്രമത്തിൽ
സർവമത സമ്മേളനം കൂടിയതിൻ്റെ 100ാം വാർഷികം പ്രമാണിച്ച് അഖില കേരള അടിസ്ഥാനത്തിൽ കവിതാ രചനാ മത്സരം ഉണ്ടായിരുന്നു, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും. 169 പേർ പങ്കെടുത്ത ആ പരിപാടിയിൽ ഒരു വിഷയം ആസ്പദമാക്കി കവിത രചിക്കാനാണ് പറഞ്ഞത്. 20 വരി കവിതയാണ് രചിക്കാൻ പറഞ്ഞത്. 1 മണിക്കൂർ സമയം നമ്മൾ തന്നു. അരമണിക്കൂറിനകത്ത് നമുക്ക് എഴുതി കൊടുക്കുകയും വേണം. അപ്പൊ ആലോചിക്കാൻ അരമണിക്കൂർ, എഴുതാൻ അരമണിക്കൂർ, അങ്ങനെയായിരുന്നു. ജസ്റ്റ് ആ പ്രതിപാദ്യ വിഷയം എന്ന് പറയുമ്പോൾ കൂലങ്കഷമായിട്ടൊരു വിഷയമാണ്. അത് നമുക്ക് വിശാലമായ ഒരു വിഷയത്തിൽ നിന്നും 20 വരി തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ഒരു വിഷയം തന്നെയാണ്. അങ്ങനെ മനസ്സിൽ രൂപപ്പെട്ട 20 വരികൾ അരച്ച് കുറുക്കിയെടുത്ത 20 ലൈൻസാണ് ഞാൻ എഴുതി കൊടുത്തത്. ഗുരുവരുൾ എന്നാണ് അതിൻ്റെ പേര്. അത് ഗുരുദേവന്റെ സമൂഹത്തിൽ നടത്തിയ ചില മാറ്റങ്ങളുടെയും എല്ലാം പ്രതിപാദ്യ വിഷയങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചാണ് ഞാനത് ചെയ്തത്. അതിൽ എനിക്ക് പ്രൈസും കിട്ടി. അതാണ് ഗുരുവരുൾ. അതാണ് ആദ്യമായിട്ട് നമുക്ക് കിട്ടിയ ഒരു അംഗീകാരം. അതിനുശേഷം 2024 ഒരു റെസിഡൻസ് അസോസിയേഷന്റെ ഇതിൽ വയലാറിനെ കുറിച്ച് അനുസ്മരണ മാറ്റുള്ളി കവിത എഴുതാൻ പറഞ്ഞു. അങ്ങനെ 24 വരി കവിത വേണമെന്ന് പറഞ്ഞു. അത് എഴുതി. അതിലും എനിക്ക് ആ റെസിഡൻസ് അസോസിയേഷന്റെ ഒരു അംഗീകാരം കിട്ടി. അതുകൂടാതെ ഒരു പുസ്തക കൂട്ടായ്മയിൽ കവിത എഴുതിയത് നവപ്രതിഭ സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ കവിത ക്ഷണിക്കുകയും ഞാൻ കവിത അയക്കുകയും ചെയ്തു. അവരത് ഓണനിലാവ് എന്ന പേരിൽ ആ കവിത സമർപ്പിക്കും. അതിന് കുഞ്ഞൻപിള്ള, ഡോക്ടർ കുഞ്ഞൻപിള്ള, ശൂരനാട് കുഞ്ഞൻപിള്ള പുരസ്കാരം ലഭിക്കുകയും ചെയ്തു. അതിൽ വളരെ സംതൃപ്തിയുണ്ട്. അത് നമുക്ക് മറക്കാനാവാത്തൊരു അനുഭവം കൂടിയാണ്. അതിനെ തുടർന്നാണ് അനുമോദനങ്ങളും ആശംസകളും ലഭിച്ചു. ഒരുപാട് സംഘടനകൾ അതിന് ആദരം തന്നു. അതിനും മുഖ്യമായിട്ടും കൊട്ടാരക്കര പാണ്ടിവയൽ കുടുംബസംഗമത്തിന്റെ ഭാഗമായിട്ട് എന്നെ കഴിഞ്ഞ മാസം 28-ാം തീയതി കൊട്ടാരക്കര ലെനിൻ ഹാളിൽ വെച്ച് അതിന് അവർ ആദരിക്കുകയും ചെയ്യുകയുണ്ടായി. അതോടൊപ്പം തന്നെ സമൂഹത്തിന് ഇന്ന് വളരെയേറെ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കവിതയാണ് എൻ്റെ ജാതക വഴി എന്നുള്ള കവിത. അത് ഇന്റർനാഷണൽ പുരസ്കാരത്തിന് സമർപ്പിക്കാനുള്ള എല്ലാ നടപടികളും ആയിരിക്കുകയാണ്. അത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ഇതാണ്. അതോടൊപ്പം തന്നെ 585 കവിതകൾ ഇന്ന് വരെ കിട്ടിയ സമയങ്ങളിലെല്ലാം എഴുതിയിട്ടുണ്ട്. ജോലി സംബന്ധമായിട്ട് പോകേണ്ടതായതുകൊണ്ട് ഫുൾ ടൈം അതിനകത്ത് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ആവാൻ പറ്റിയില്ല. അതിൽ നിന്നും വീണ് കിട്ടിയ സമയങ്ങൾ കൊണ്ടാണ് ഇത്രയും കവിതകൾ എഴുതാനും. ഒരു കവിത മറ്റൊന്നിൽ നിന്നും വ്യത്യസ്തമാണ്. അത് പ്രണയ കവിതകളുണ്ട്, വിരഹ കവിതകളുണ്ട്, മാറ്റൊലി കവിതകളുണ്ട്, ഭക്തി കവിതകളുണ്ട്. അതോടൊപ്പം തന്നെ
സാമൂഹിക പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായ ശ്രീ നാരായണ ഗുരുദേവനെ കുറിച്ച് ഒരു കവിത എഴുതാനായിട്ട് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഭരണഘടന ശില്പി ആയ ഡോക്ടർ B.R. അംബേദ്കറിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് 2025 ഒരു കവിത 30 വരെയുള്ളൊരു കവിത ഞാൻ രചിക്കുകയും അത് കൊല്ലത്ത് ആ ഒരു പരിപാടിയിൽ ഞാനത് പ്രസന്റ് ചെയ്യുകയും ചെയ്തു. അത് 3 വേദികളിൽ അവതരിപ്പിച്ചു. കവിത എഴുതിയാൽ അത് അവതരിപ്പിക്കാൻ എനിക്ക് അവസരം തരുന്ന സ്ഥാനങ്ങളുണ്ട്. അത് ഞങ്ങൾക്ക് എഴുത്തകം എന്ന് പറയുന്ന സാഹിത്യ കൂട്ടായ്മയും സാഹിത്യ കൂട്ടായ്മയും ഉണ്ട്. അതോടൊപ്പം തന്നെ ഓൺലൈൻ മാധ്യമങ്ങളിൽ എഴുതാറുണ്ട്. അങ്ങനെ ദൃശ്യവർഷം, കണ്ടലെഴുത്തിടം, അതുപോലെ അക്കിത്തം സാഹിത്യവേദി, അങ്ങനെ നവപ്രതിഭ, ഇങ്ങനെ കാവ്യതളങ്ങൾ തുടങ്ങിയ എല്ലാ 11 ഓൺലൈൻ മാധ്യമങ്ങളിൽ കവിതകൾ എഴുതാറുണ്ട്. ഒന്നിടവിട്ട് എല്ലാ ആഴ്ചയിലും ഒക്കെ എഴുതാറുണ്ട്. യുദ്ധങ്ങൾ, കാലായനം, കാലാവസ്ഥ മാറ്റം എന്നീ ആഗോള ദുരന്തങ്ങൾ നേരിടുമ്പോൾ ഒരു കവി എന്ന നിലയിൽ എന്ത് ചെയ്യാനാകും? ഇന്നത്തെ സാഹചര്യം നമ്മൾക്ക് വളരെയേറെ വേദനയുളവാക്കുന്ന സാഹചര്യങ്ങളാണ്. അത് അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുമ്പോൾ അത് നമ്മൾ നേർക്കാഴ്ചയായതാണ് മുണ്ടക്കൈ എന്ന് പറയുന്ന മുണ്ടക്കൈയിലുണ്ടായ ദുരന്തം. അതിനെക്കുറിച്ച് ഞാൻ കുലനിഷമായിട്ട് ചിന്തിക്കുകയും ഒരു കവിത എഴുതുകയും ചെയ്തു. ഇനിയില്ല മുണ്ടക്കൈ. അത് വളരെയേറെ ചർച്ചയായൊരു കവിതയാണ്. അതോടൊപ്പം തന്നെ സമൂഹത്തിലുണ്ടാകുന്ന ദുരാചാരങ്ങൾക്കെതിരെ നമ്മൾക്ക് പ്രതികരണം അറിയിക്കുന്ന കവിതയിലൂടെയാണ് അത് അറിയിക്കുക. അത് സാമൂഹിക മാറ്റങ്ങൾക്ക് വഴിവെക്കുന്ന കവിതകൾ ഉണ്ട്. യുദ്ധം എന്ന് പറയുന്നത് സമൂഹത്തിനാകെ തീക്ഷ്ണമായ നഷ്ടങ്ങളും തീരാ ദുഃഖങ്ങളും കളങ്കങ്ങളും ഉണ്ടാക്കുന്ന ഒരു പ്രവണതയാണ് യുദ്ധം എന്ന് പറയുന്നത്. ഇതിന്റെ പരിണത ഫലം അനുഭവിക്കുന്നത് പറയുന്നത് നിരപരാധികളായ ആൾക്കാരാണ് ഇതിന്റെ ഫലങ്ങൾ അനുഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങൾ ആഹാരം കിട്ടാതെയും വെള്ളം കിട്ടാതെയും വാസസ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു അവർ അനുഭവിക്കുന്ന യാതനയും ദുരിതവും മാനുഷിക സമൂഹത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാരണമല്ല. യുദ്ധം ചെയ്യുന്ന ഇത് മറ്റൊരാൾക്കാർ അതിന് അനന്തരഫലം അനുഭവിക്കുന്ന നിരപരാധികളുമാണ്. യുദ്ധം എന്ന് പറയുന്നത് ഒരു വ്യാവസായിക ചിന്തയുടെ ഉപോൽപ്പന്നമാണ് ഒരു യുദ്ധം എന്ന് പറയുന്നത്. ബഹുരാഷ്ട്രങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാരകമായ ആയുധങ്ങളുടെ പ്രകടനശേഷി എത്രത്തോളം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് യുദ്ധം. അതിനനുസരിച്ച് അവരുടെ വെപ്പൺസിന് പ്രകടനശേഷിയും ദിശാബോധവും കൊടുത്ത് അധിക പ്രഹരശേഷി വരുത്തുന്നതിന് വേണ്ടി ഉള്ളൊരു ടെസ്റ്റാണ് യുദ്ധം എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ട്. അതുകൊണ്ട് ഈ യുദ്ധത്തോട് നമുക്ക് അനുഭാവം പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല. അതിന് അനുബന്ധമായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പട്ടിണി, മറ്റ് ക്ഷാമങ്ങൾ, വസ്ത്രദൗർലഭ്യം, കുട്ടികളുടെ ബാല്യ കൗമാരങ്ങളുടെ ഇനി എങ്ങോട്ട്, ഇനി എന്താണ് എന്നുള്ള ചിന്തകളും ചോദ്യങ്ങളും മാത്രമാണ് അവർക്ക് മുന്നിൽ ഉള്ളത്. ഒരു യുദ്ധവും ഒന്നിനും പരിഹാരം ആവുന്നില്ല. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. സാർ എഴുതിയ കവിതകളിൽ ഇഷ്ടപ്പെട്ട ഒരു കവിത പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ആലപിക്കാമോ? കുമാരനാശൻ ചരമശതാബ്ദിക്ക് വേണ്ടി
എഴുതി ചിട്ടപ്പെടുത്തിയതുമായ ഒരു കവിതയാണ്. ത്രിഭുവന സീമയിൽ തിങ്ങി വിങ്ങും നനമിയലും മാരിവില്ലും മലർമാലയെന്ന പോൽ 10 പതിറ്റാണ്ടായിടിലും വിരളതയേറും ഓർത്താൽ ജലധി തന്നിൽ ഉയർന്നിടും തരംഗമായി. ത്രിഭുവന സീമയിൽ തിങ്ങി വിങ്ങും നനമിയലും മാരിവില്ലും മലർമാലയെന്ന പോൽ 10 പതിറ്റാണ്ടായിടിലും വിരളതേറും ഓർത്താൽ ജലധി തന്നിൽ ഉയർന്നിടും തരംഗമായി. നെഞ്ചു പിളർന്നിടും നോവാണിപ്പോഴും അലകടലോളം ആവില്ലെങ്കിലും ഉച്ചസ്ഥായിയാം തിരമാല കണക്കെ കണ്ണുനീരുറവ തെളിനീർ പ്രവാഹമായിടിലും അടവാർന്നൊഴുകി അനവരതം അലയാഴി തന്നിൽ. വിശ്വഗാനലയങ്ങളിൽ നീലിമയഴും കല്ലോലമായി പല്ലനയാറു കവർന്നതോ നന്മയിഴും നന്മയൂലും കാൽപ്പനിക വസന്തത്തിൻ മനുഷ്യ കഥാനുഗായകനെ കനവിൻ അതിഭാവകത്വമിയലും മണിവീണൈ. പല്ലനയുടെ നെറുകയിൽ വിങ്ങും തേങ്ങലിൽ മാറ്റുലിയിൽ വിലയം കൊണ്ടോരാഗന്ധം ഇനി വരില്ലൊരിക്കലുമാ ഗ്രാമവൃക്ഷക്കുയിൽ ആത്മഗതം വിതുമ്പി മയിലിണകളും കുയിലിണകളും. നിശ്ചല ചേഷ്ടരായി പാരിതിൽ പല്ലവലതാദികൾ മൃദുതാളമേകാതെ ചരാചരങ്ങളും നിമിഷാർദ്ധമൊന്നിൽ മടുമലർ നിരവിരിയും കണക്കെ കഥകളിനിയും കവിതയായി ബാക്കിയായി ഈരടികൾ നിലയാതുള്ള ഭാവഗാനങ്ങളിൽ. നിശ്ചല ചേഷ്ടരായി പാരിതിൽ പല്ലവലതാദികൾ മൃദുതാളമേകാതെ ചരാചരങ്ങളും നിമിഷാർദ്ധമൊന്നിൽ മടുമലർ നിരവിരിയും കണക്കെ കഥകളിനിയും കവിതയായി ബാക്കിയായി ഈരടികൾ നിലയാതുള്ള ഭാവഗാനങ്ങളിൽ. ഇനിയൊരിക്കലും വരില്ല പുല്ലാങ്കുഴൽ വാദനത്തിൻ കരളലിയിക്കും കഥകഥനങ്ങൾ വിരചിക്കാൻ. ഇനിയൊരിക്കലും വരില്ല പുല്ലാങ്കുഴൽ വാദനത്തിൻ കരളലിയിക്കും കഥകഥനങ്ങൾ വിരചിക്കാൻ. അണമുറിയാവിഴിനീർ തെളിനീർ പ്രവാഹമായി യാത്ര നീളെ തുടരുന്നിപ്പോഴും ചിന്നസ്വാമിയാം സ്നേഹഗായകൻ. അവസാനമില്ലാതലയുന്നു അറിയാ വഴികളിൽ അവിടത്തെല്ലു തടഞ്ഞും മന്ദമായും ലാസ്യമോലും കളകളമായ അതിമോഹനത്തോടും ഓരത്തോടും ചേർന്ന് നിരപ്പായി നീളേ പരപ്പായി. അണമുറിയാതുള്ള ഓർമ്മയിൽ വിപ്ലവ ശുക്ര നക്ഷത്രമായി അശരണർക്കായി നന്മ തെളിച്ചും ആമോദമോടെ അരുവിയായി നിറഞ്ഞു പുഴയായി നദിയായി തെല്ലുഹുങ്കോടെയും ശാന്തമായും നിതാന്ത നിർവൃതി തേടുന്നിപ്പോഴും. അണുവിട പോലും അറിവിലവിടുന്ന് ജലധിയിലമർന്നത് തുമ്പതൻ തൂമയിടും
സ്വതന്ത്ര ഗായകനെന്നു തെല്ലുമേ. ഓളങ്ങളിൽ അലകളായി മൗനരാഗങ്ങൾ മീട്ടി ഒഴുകുന്നിതാ നാദ നിർവൃതി ഏകിയോര ദിവ്യകോകിലം. നമസ്കാരം. സമൂഹ മാധ്യമങ്ങളിലെ പുതിയ പ്രവണതകളും ചെറുകവിതകളും എങ്ങനെയാണ് വായനയെയും കവിതയുടെ അവതരണത്തെയും എങ്ങനെയാണ് ബാധിക്കുന്നത്? പഴയകാല കവിതാ രചനയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ നിലനിന്നു വരുന്ന കവിതകൾ എന്ന് പറയുന്നത് ഹൈക്കു കവിതകൾ, കുറും കവിതകൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു കവിതാ രീതിയാണ് ഇപ്പോഴുള്ളത്. അതായത് ഇപ്പോൾ ആൾക്കാർക്ക് നെടുനീളത്തിലുള്ള കവിതകൾ വായിക്കാനുള്ള ഇഷ്ടം കുറവാണ്. അതാണ് നമ്മളിപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് 2 വരി കവിത, 4 വരി കവിത, കൂടിയാൽ 6 വരി അല്ലെ 8 വരി, അതിനപ്പുറം പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഇപ്പോഴത് സർവ്വവ്യാപിയായിട്ട് ഉള്ള ഒരു എഴുത്ത് രീതിയാണ് ഈ കുറുങ്കവിത എന്ന് പറയുന്നത്. അത് വളരെയേറെ സ്വീകാര്യതയായി വരുന്ന ഒരു കാര്യമാണ്. അപ്പോ ഇപ്പൊ നമുക്ക് പറയേണ്ടുന്ന ഒരു കാര്യം ഒരു 3 വരിയിലോ 4 വരിയിലോ ഒരു കവിതയാക്കി വിട്ടാൽ അത് ഒരു യാത്രാവേളയിലായാലും നടന്നുകൊണ്ടായാലും അതിനെ നമുക്ക് കരകരസ്ഥമാക്കാൻ കഴിയുന്ന ഒരു രീതിയാണ്. അത് നഞ്ചും നായ്ക്കുരുണിയും നാഴി വേണ്ട, നന്നാവാനും നശിക്കാനും 4 എണ്ണം മതി. അതൊരു കവിതയാണ്, ഒരു കവിത. അതുപോലെ ഉറപ്പ്, ഞാനും ആ രീതിയിലേക്ക് മാറി. എന്നാലും നമ്മുടെ പഴയ രീതികൾ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. ഒരു വ്യത്യസ്തമായ രീതിയാണെങ്കിലും നമ്മളുടെ മനസ്സിൽ രൂപം കൊണ്ടിട്ടുള്ള ഒരു കാര്യം സമൂഹത്തെ അറിയിക്കണമെങ്കിൽ അത് 1-2 വാക്കുകൊണ്ട് പറ്റില്ല. അതിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോ വരികൾ കൂടി വന്നാലേ നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ആ കവിതയിലൂടെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് ഉറപ്പ് എന്ന് പറയുന്ന ആ കവിത നമ്മളെല്ലാവരും ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോ നമ്മൾ എന്ത് ചെയ്യും? മറന്നുപോകാതിരിക്കാൻ വേണ്ടി ആ ഒരു കാര്യം ഒന്ന് കലണ്ടറിൽ മാർക്ക് ചെയ്തിടും, അല്ലെങ്കിൽ നമ്മൾ ഡയറിയിൽ കുറിച്ചു വെക്കും. പക്ഷെ ഈ കുറിച്ചു വെച്ചാലും മാർക്ക് ചെയ്തിട്ടാലും ആ ഒരു സമയം നമ്മളിത് മറന്നുപോകും. അതാണ് ഒരു പ്രവണത. അതാണ് ഇതിൽ ഉറപ്പ് എന്ന കവിത. അതാണ് മറക്കാതിരിക്കാൻ കുറിക്കുമതെങ്കിലും കുറിമാനമെന്ന് മറന്നിടും, കുറിയത് കുറിക്കൊള്ളും എന്നത് ഉറച്ച സത്യം. അത് ഒരു കവിതയാണ്, ഉറപ്പ് എന്ന് പറയുന്ന കവിത. ഇതിലൂടെ നമ്മൾക്ക് ആധുനികമായ ഒരു ചിന്താശേഷി, ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് എഴുത്തുകാരുടെ മാനസിക വ്യാപാരങ്ങൾക്കുള്ള മാറ്റവും ഇങ്ങനെയുള്ള ചെറിയ കവിതകളിലൂടെ വരുന്നുണ്ട്. അത് നമുക്ക് സ്വീകാര്യമാണ്, സ്വീകരിച്ചേ പറ്റും. സാഹിത്യ മേഖലകളിൽ നിന്നും പുതിയ തലമുറ അകന്നുകൊണ്ടിരിക്കുക. അപ്പൊ അവരെ എങ്ങനെ പുസ്തകങ്ങളിലേക്ക് കൂടുതലായിട്ട് അടുപ്പിക്കാം? അതിന്റെ ആവശ്യകത ഉണ്ടോ? പുതുതലമുറ സാഹിത്യ മേഖലയിൽ നിന്നും അകലുന്നു എന്ന് നമ്മൾ കണക്കാക്കുമ്പോഴും നല്ലൊരു കടന്നുകയറ്റം ഈ മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ രചയിതാക്കൾ, പുതുഭാവനയുള്ളവർ ഈ രംഗത്തേക്ക് കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവർക്ക് വേദികൾ, അവരുടെ ആശയങ്ങൾ എക്സ്പ്രഷൻ ചെയ്യുന്നതിന് വേണ്ടി പുതിയ പുതിയ വേദികളും അതോടൊപ്പം തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും അതിനെ സ്വാഗതം ചെയ്യാം. പിന്നെ എഴുത്തുകാര് അവരുടെ ഭാവനകള് അന്യം നിന്നിട്ടില്ല. പക്ഷെ വൃത്തവും ചവൽക്കാരവും അങ്ങനെയൊക്കെയുള്ള സംഗതികളെല്ലാം കൂടെ ഇങ്ങനെയുള്ള കവിതകളിൽ നിന്ന് അന്യമായി ഇരിക്കുകയാണ്. ഇപ്പൊ ഒരു പത്രം വായിക്കുന്നവർക്ക് ഒരു പുസ്തകത്തിലെ ഗദ്യ
ഭാഗങ്ങൾ വായിക്കുന്ന കണക്കുമൊക്കെയാണ് ഇപ്പോൾ കവിതകളുടെ എക്സ്പ്രഷൻ വരുന്നത്. കാര്യങ്ങൾ എങ്ങനെയും ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഒരു കവിയെ സംബന്ധിച്ച് ഉള്ളത്. അതിൽ ധാരാളം വരുന്നുണ്ട്. അപ്പോൾ ഈണത്തിൽ ചൊല്ലാനുള്ളത്, ഈണമില്ലാതെ ചൊല്ലാനുള്ളതുമായ എഴുത്തിലൂടെയും ഒരുപാട് രചയിതാക്കൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് ആധുനിക രീതിയിലുള്ള എന്ന് നോക്കുമ്പോൾ പുരാതന കാലഘട്ടത്തിലെ കവിതകളും വർത്തമാന കാലഘട്ടത്തിലുള്ള കവിതകളും തമ്മിൽ നമുക്കിപ്പോൾ കമ്പയർ ചെയ്ത് പോകാൻ പറ്റുന്നില്ല. ഇതിവൃത്തങ്ങളിലെ വ്യത്യാസങ്ങളാണ് അതിനകത്ത് മെയിനായിട്ട് ഉള്ളത്. വളരെ ജനപ്രിയമായ ഒരു കവിതയാണ് വാറണ്ടിക്ക് ഗുളികകാലം. സമൂഹത്തില് EMI അടച്ചു വലയുന്നവരുണ്ട്, ജീവിതശൈലി രോഗങ്ങളിൽ അകപ്പെട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, ഇതിന് അനുബന്ധമായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നവരുണ്ട്. EMI ഇട്ട് നമ്മൾ സാധനം വാങ്ങുമ്പോൾ അതിനകത്തുള്ള ഫൈനാൻസിങ്ങും അതിന്റെ പലിശ രീതികളും സാധനത്തിന്റെ ക്വാളിറ്റി ഇല്ലായ്മയും നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നു. ഒരു സാധനം വാങ്ങി അതിന്റെ വാറണ്ടി പീരീഡ് കഴിയുന്നതിന് മുമ്പേ, പണമടച്ച് തീരുന്നതിന് മുമ്പേ അതിന്റെ വാറണ്ടി സാധനവും നശിച്ചു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ കൂടുതൽ ചതിയിലേക്കും വഞ്ചനയിലേക്കും അകപ്പെടുകയും വ്യാവസായിക മേഖല വളരെയേറെ പുഷ്ടിപ്പെട്ട് പോവുകയും ഉപഭോക്താവായ നമ്മൾ വഞ്ചിക്കപ്പെട്ട് നമ്മുടെ ധനവും നഷ്ടപ്പെട്ട് നമ്മൾ ഒരു വഴിക്കാവുന്ന ഒരു രീതിയാണ്. വീട്ടിലുള്ള സ്ത്രീകൾക്ക് അരയ്ക്കാൻ വയ്യ, ആട്ടാൻ വയ്യ, വെള്ളം കോരാൻ വയ്യ. ആട്ടുകല്ല് എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ല, ഉരൽ എന്താണെന്ന് അറിയാല്ല, അമ്മിക്കല്ല് എന്താണെന്ന് അറിയാൻ വയ്യ. കച്ചവട സംസ്കാരം വളർന്നു വരുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്. അപ്പോഴ് ഈ ഭാഗങ്ങൾ ഒരു ക്യാപ്സുളായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതിലൂടെ പറയുകയും ഏറ്റവും കൂടുതൽ പ്രതിഷേധവും ഏറ്റവും കൂടുതൽ അനുമോദനവും ഏറ്റവും കൂടുതൽ അഭിപ്രായവും നേടിത്തന്ന എന്റെ ഒരു കവിതയാണ് വാറണ്ടിക്കും ഗുളികകാലം. അതായത് ഇത് സറ്റയർ വിഭാഗത്തിൽ വരുന്ന ഒരു കവിതയാണ്. ആട്ടുകല്ലുണ്ടോ ആട്ടുകല്ല്, ആടുവാനായിട്ട് കല്ലൊന്നില്ല, ആടുവാനായിട്ടും കല്ലൊന്നില്ല. കുഴവിയുണ്ടോ ഇവിടെ കുഴവിയുണ്ടോ, കിഴവിയായി ഇവിടെ ഒരാളേയുള്ളൂ. ആടുവാനായിട്ടും നേരമില്ല, ആട്ടുവാനായിട്ടും നേരമില്ല, ആടുവാനായിട്ടും നേരമില്ല, ആട്ടുവാനായിട്ടും ആളൊന്നില്ല. അരകല്ലിൽ അരച്ചെടുത്ത കറിക്കൂട്ടുകൾക്ക് മേളം കുറവെന്ന് മുത്തി ചൊല്ലി. അരകല്ലിൽ അരച്ചെടുത്ത കറിക്കൂട്ടുകൾക്ക് മേളം കുറവെന്ന് മുത്തി ചൊല്ലി. മേളം കറിക്കൂട്ട് കൊണ്ടുവച്ച മീൻകറി ഇടിവെട്ടെന്ന് ചൊല്ലി മുത്തി. അതുമുതൽ അടുക്കളയിൽ മേളം തന്നെ, അതുമുതൽ അടുക്കളയിൽ മേളം തന്നെ, കീശ കീറിയതറിഞ്ഞില്ല മുത്തി. അതുമുതൽ അടുക്കളയിൽ മേളം തന്നെ, കീശ കീറിയതറിഞ്ഞില്ല മുത്തി. കരിച്ചതും മരിച്ചതും ഏറെ നാളായി, മുത്തിക്കിതില്ലാതെ പറ്റുകില്ല. കരിച്ചതും മുരിച്ചതും ഏറെ നാളായി, മുത്തിക്കിതില്ലാതെ പറ്റുകില്ല. ചിക്കൻ കറി അതിൽ മേളം വേണം, അതും മേളത്തിൽ കൂകിയ കോഴി വേണം. മട്ടൻ ചാപ്സാണ് മുടിഞ്ഞ ഇഷ്ടം, ബീഫ് വറുത്തതും ഏറെ ഇഷ്ടം. നെയ്മീൻ ഫ്രൈയോട് വേറെ ഇഷ്ടം, കണവയുലത്തിയ നുണയാനിഷ്ടം. ഇഷ്ടങ്ങൾ ഇങ്ങനെ കേറി വന്നു, ഓയിൽ ചെലവടുക്കളേറി വന്നു. എണ്ണയുടെ ബ്രാൻഡുകൾ മാറി വന്നു,
പരിശുദ്ധിയോടെ മെഴുകിന്റെ അളവും കൂടി. എണ്ണയുടെ ബ്രാൻഡുകൾ മാറി വന്നു, പരിശുദ്ധിയോടെ മെഴുകിന്റെ അളവും കൂടി. രക്താതിമർദ്ദവും ദുർമേധസ്സും പ്രതിദിനം കേറി വരുന്നതിനാൽ, രക്താതിമർദ്ദവും ദുർമേധസ്സും പ്രതിദിനം കേറി വരുന്നതിനാൽ, ലാബിൽ പോകാതെ തരവുമില്ല, വൈദ്യനെ കാണാതെ നേരമില്ല, ടെസ്റ്റുകൾ നടത്താതെ പറ്റുകില്ല, ഗുളികയൊഴിയാതെ നേരമില്ല. ഹൃദയത്തെ കാക്കുന്ന തമ്പുരാന്മാർ ഹൃദയത്തെ തെല്ലൊന്നു തൊട്ടറിഞ്ഞു. ഹൃദയത്തെ കാക്കുന്ന തമ്പുരാന്മാർ ഹൃദയത്തെ തെല്ലൊന്നു തൊട്ടറിഞ്ഞു. താളം പിഴയ്ക്കാതെ പൾസു നിലയ്ക്കാതെ കാക്കണം നോക്കണം ഹൃത്തടത്തെ. പൾസു നിലയ്ക്കാതെ താളം പിഴയ്ക്കാതെ കാക്കണം നോക്കണം ഹൃത്തടത്തെ. ആയത് നാൾ മുതൽ കുറിപ്പടികൾ പടിപടിയായി തന്നിരുന്നു. ആയത് നാൾ മുതൽ കുറിപ്പടികൾ പടിപടിയായി തന്നിരുന്നു. അതുമുതൽ തന്നെ പേഴ്സിൽ നിന്നും ഗാന്ധികൾ പോകുന്നതറിയുന്നില്ല. ഗാന്ധിതൻ മഹത്വമാർക്കും അറിയില്ലേലും നോട്ടിലെ ഗാന്ധിക്കു മഹത്വമേറെ. കീശ കീറിയാലും കാശില്ലേലും വീട്ടിൽ അടുക്കളയിൽ മേളം വേണം. കീശ കീറിയാലും കാശില്ലേലും വീട്ടിൽ അടുക്കളയിൽ മേളം വേണം. ആട്ടുവാൻ വയ്യ, അരയ്ക്കാൻ വയ്യ, ഇടിക്കാൻ വയ്യ, പൊടിക്കാൻ വയ്യ. ആട്ടുവാൻ വയ്യ, അരയ്ക്കാൻ വയ്യ, ഇടിക്കാൻ വയ്യ, പൊടിക്കാൻ വയ്യ. തുണി നനയ്ക്കാനും മെഷീൻ മതി, അരിയരയ്ക്കാനും മെഷീൻ മതി, തൂക്കാനും തുടയ്ക്കാനും മെഷീൻ മതി, കറികൾ കരയ്ക്കാനും മെഷീൻ മതി. ബ്രാൻഡഡ് കമ്പനികൾ വളരുവാനായി നമ്മൾക്കിതൊക്കെ ചെയ്തേ പറ്റൂ. കമ്പനി ലാഭത്തിൽ ഓടിടട്ടെ, കുത്തകൾ വീണ്ടും വന്നിടട്ടെ. കുത്തകൾ തെല്ല് വളർന്നിടുവാൻ നട്ടെല്ല് പൊട്ടാതെ പറ്റുകില്ല. ഗാന്ധികൾ രണ്ടെണ്ണം കിട്ടിയാലും നിവർന്നൊന്നും നിൽക്കുവാൻ പറ്റുകില്ല. ഭാരിച്ച വിലയുള്ള സാധനങ്ങൾ പ്രതിമാസ തവണയിൽ വാങ്ങിയിട്ടു. ഭാരിച്ച വിലയുള്ള സാധനങ്ങൾ പ്രതിമാസ തവണയിൽ വാങ്ങിയിട്ടു. ആർത്തിമൂത്ത സ്ഥാനത്ത് വാരിയിട്ടു. തവണ അടയ്ക്കുവാൻ പറ്റിയില്ല. ലൈം ജ്യൂസ് അടിക്കുവാൻ പോക്കുമില്ല. എണ്ണ അടിക്കുവാൻ വഴിയുമില്ല. പട്ടം ഇറങ്ങി നടപ്പാണല്ലോ, തൊട്ടൊന്നൊപ്പിച്ചു പണമടയ്ക്കാൻ. പ്രതിമാസ തവണ കൊണ്ട് കളിച്ചിടുമ്പോൾ നേട്ടം ഫൈനാൻസർക്ക് മാത്രമല്ലോ, ഉപയോക്താക്കൾക്കുള്ള നേട്ടമതോ കോരന്റെ കുമ്പിളിൽ കഞ്ഞി പോലെ. പഞ്ഞി പോലുള്ള ഹോം മെത്തകൾ ഒന്നിനും ഓഫറിൽ വാങ്ങിടുമ്പോൾ കയറി കിടക്കാൻ എന്തു രസം, കയറി കിടക്കാനും എന്തു രസം. 3-4 മാസം അങ്ങ് കഴിഞ്ഞിടുമ്പോൾ ഹോമത്തെ ഓംലെറ്റ് പോലെയാകും. ഗ്യാരണ്ടിയും വാറണ്ടിയും ഉണ്ടെന്നാലും കേടാകുന്നൊരു നേരം വരെ. ഗ്യാരണ്ടിയും വാറണ്ടിയും ഉണ്ടെന്നാലും കേടാകുന്നൊരു നേരം വരെ. വാറണ്ടി 1 വർഷമാണെങ്കിലും ഗ്യാരണ്ടി കാശുകീശയിലാകും വരെ. വാനിറ്റി കാട്ടുവാൻ ചെയ്യുന്നതോ വാലിഡിറ്റി ഒരിക്കലും കൂട്ടുകില്ല. കറിപ്പടിയിലൊട്ടു കാര്യമില്ല, കുറിപ്പടിയിൽ അത്രേ കാര്യമുള്ളൂ. ഉപദേശിച്ചിട്ടൊട്ടു കാര്യമില്ല, ഉപദേശിയായിട്ടും കാര്യമില്ല. കാര്യബോധം വന്ന് ചേർന്നിടുമ്പോൾ കീശയിൽ കാശു വരണ്ടുപോകും. വിദഗ്ധശീലങ്ങൾ പാലിച്ചീടിൽ കുളിയകാലം തന്നെ മാറിക്കിട്ടും. സാർ, നമുക്കിത് അവസാനിപ്പിക്കാം. ഇത്രയും സമയം കവിതയെയും കവിതാനുഭവങ്ങളെയും കുറിച്ച് പങ്കുവെച്ച രഘുനാഥ് കുരുവിക്കോണം സാറിന് രാമ മീഡിയയുടെ നന്ദി അറിയിക്കുന്നു. നമസ്കാരം.